വിഷു ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് മലയാളം സിനിമകൾ കൂടി 40 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടന്നതോടെ രണ്ട് മലയാളം സിനിമകളായ വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്നീ സിനിമകളുടെ ടോപ്പ് 10 പട്ടികയിൽ സ്ഥാനം അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ഫഹദിന്റെ ആവേശം. 40 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കടന്ന സിനിമയാണല്ലോ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വൻ താരനിരയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ വർഷങ്ങൾക്ക് ശേഷം. ഈ രണ്ട് മലയാളം സിനിമകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റ് രണ്ട് മലയാളം സിനിമകളെ കളക്ഷൻ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ലാലേട്ടന്റെ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായിട്ടും 30 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. 2024 ആദ്യത്തെ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ അബ്രഹാം ഓസ്ലർ. 2024 ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ജയറാം കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 40 കോടിയായിരുന്നു ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഈ പറഞ്ഞ അബ്രഹാം ഓസ്ലറിന്റെയും മലൈക്കോട്ടെ വാലിബന്റെയും ഫൈനൽ കളക്ഷൻ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ആവേശമാണെങ്കിലും മറികടന്നിരിക്കുകയാണ്. ഈ വർഷം 2024 ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ 5ാം സ്ഥാനത്ത് ഫഹദിന്റെ ആവേശം എന്ന സിനിമ ഇടം നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം 6ാം സ്ഥാനത്താണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇടം നേടിയെടുത്തിരിക്കുന്നത്. ഇനിയും ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുന്നോട്ടുള്ള പാതയിൽ അടുത്ത ദിവസങ്ങളിൽ ഏതെല്ലാം സിനിമകളുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ മറികടക്കും, ഒപ്പം തന്നെ രണ്ട് സിനിമകൾ ഏതറ്റം വരെ പോകും ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ എന്നൊക്കെ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.